ഹായ് ഡിയേഴ്സ്, ഈ 10 രൂപയ്ക്കൊരു കഥയുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, പണ്ട് നല്ല മഴയുള്ളൊരു സമയത്ത് ഞാൻ സ്കൂട്ടറിൽ വരുമ്പോഴേ ബജ്ജി മേടിക്കാൻ വേണ്ടി നിർത്തി. ഒരമ്മച്ചി നിന്ന് 2-3 ബജ്ജിയും മേടിച്ച് ബാക്കി തന്നു ഈ 10 രൂപ. ധൃതിക്ക് മേടിച്ച് പോക്കറ്റ് വെച്ച് വീട്ടിൽ വന്നു. പൈസ പിന്നെ എന്തോ കാര്യത്തിന് പേഴ്സ് നോക്കിയപ്പോഴേക്കും 10 രൂപ കണ്ടപ്പം എടുത്തു. അന്നേരം മനസ്സിലായി ഈ 10 രൂപ നിർത്തലാക്കിയിട്ട് വർഷങ്ങളായെന്ന്. അന്നേരം അമ്മച്ചിയോട് മനസ്സിൽ അമ്മച്ചി 10 രൂപ എന്നെ പറ്റിച്ചല്ലോ എന്ന് ഓർത്തു. പക്ഷേ അത് ഞാൻ ഒരു ബുക്കിൻ്റെ അതിർത്ത് വെച്ചു. പിന്നീട് മനസ്സിലായി ഇത് നമ്മുടെ കളക്ഷനിലേക്ക് കൂട്ടാമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ ഈ 10 രൂപ ഇപ്പം എൻ്റെ കുറേ കോയിൻ കളക്ഷനുണ്ട്. അതിലേക്കിപ്പോൾ അവനെ അങ്ങ് ചേർത്തങ്ങ് വെച്ചിരിക്കുക. ഇരിക്കട്ടല്ലേ, അമ്മച്ചി വന്നൊരു 10 രൂപ പറ്റിച്ചതാണെങ്കിലും എനിക്കതൊരു കളക്ഷനിലൊരു മുതൽക്കൂട്ടായി. നീ അവിടെ ഇരുന്നോ. പിന്നെ കുറേ കോയിൻ കളക്ഷൻ ഉണ്ട് കേട്ടോ. പഴയ കാലത്ത് കാല്, മറ്റേ കിടുത്തിയുള്ള പൈസ, 10 പൈസ, അങ്ങനെ പഴയ 20 പൈസ, മറ്റേ താമരയുടെ. അതുകൊണ്ട് ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോൾ അതിനൊക്കെ പൈസയൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ഇങ്ങനെ കളക്ട് ചെയ്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ചെറിയ ഭ്രാന്താണ്. ഇങ്ങനെ കുറേ ഇതെല്ലാം ആകുമ്പോൾ പുതിയ പൈസകൾ. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലെ 2 കോയിൻ വന്ന് പെട്ടു. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അമേരിക്കയുടെ ആയത് ഈ കോയിനും. ഇതിന് വേണ്ട ഗൂഗിളിലൊക്കെയാണ് നല്ല പൈസ പറയുന്നുണ്ട്, ആർക്കറിയാം. ഇങ്ങനെ 2 അറബിയുടെ പൈസയാണ്. കുവൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ പഴയ കാലത്ത് കുറേ നല്ല നിർത്തലാക്കിയ കുറേ കോയിൻസ്, 10-ൻ്റെ 50-ൻ്റെ, പിന്നെ നമ്മുടെ 1 രൂപ, പിന്നെ നമ്മുടെ 50 പൈസകൾ, അങ്ങനെയൊക്കെ കുറേ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇങ്ങനത്തെ ഒരു ഭ്രാന്ത് നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.